എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ആധ്യാത്മിക പ്രവണത ഏറ്റവും കൂടുതലായി ഓരോ ഭക്തഹൃദയങ്ങളിലേക്കും സന്നിവേശിപ്പിക്കുന്ന മഹോത്സവം അതാണ് ഏറ്റുമാനൂർ മഹാദേവന്റെ തിരുവുത്സവം. ആണ്ടുതോറും വളരെയധികം ചിട്ടയായും ക്രമമായും അതുപോലെ തന്നെ ആരാധനാ സമ്പ്രദായങ്ങളിൽ ഉത്കൃഷ്ടമായ കർമ്മങ്ങളെയൊക്കെ തന്നെ അതിൻ്റെതായ വിധിമുറകളെ പാലിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു ഉത്സവമാണ് തിരുവുത്സവം. ആണ്ടുതോറും ആചരിച്ചു വരുന്ന തിരുവുത്സവം ഓരോ വർഷങ്ങളും അതിൻ്റെ ഗരിമയിലും അതുപോലെ തന്നെ അതിൻ്റെ പൊലിമയിലുമൊക്കെ വേറിട്ട വ്യത്യസ്തത കാണിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന ഒരു ഉത്സവമായി മാറുകയാണ്. ഇന്ന് ഈ കൊടിയേറ്റം നടക്കുമ്പോഴും നമ്മൾ ഈ ഉത്സവത്തെ അത്തരത്തിലാണ് നോക്കിക്കാണുന്നത്. ലോകം മുഴുവൻ അങ്ങനെ എല്ലാവരുടെയും ആകാംക്ഷയും ആ കാത്തിരിപ്പിന്റെയും ഒക്കെ ഒടുവിൽ ഇന്ന് കൃത്യം 10:45-നും 11:05-നും ഇടയ്ക്കുള്ള ശുഭകരമായ മുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ താഴമൺ മഠം കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ, അതുപോലെ തന്നെ മേൽശാന്തിയായിട്ടുള്ള ഇവിടുത്തെ ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെയൊക്കെ ശ്രേഷ്ഠമായ കാർമ്മികത്വത്തിൽ കൊടിയേറുമ്പോൾ ആ ഉത്സവത്തിന്റെ പിന്നിൽ ഒരു വലിയൊരു പ്രയത്നം തന്നെയുള്ളൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു സംഘം പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെ മുഴുവൻ ഈ ക്ഷേത്രത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ അരവിന്ദ് GS നായരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് വളരെ സന്തോഷപൂർവ്വം ഈ തത്സമയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ മാണിക്കൻ മഞ്ഞാടി, ക്ഷേത്ര മീഡിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സാറുമായിട്ട് നമുക്കുള്ള ഒരു അഭിമുഖത്തിലേക്ക് പ്രവേശിക്കാം. നമസ്കാരം സാർ. വളരെ മഹത്തായ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം ഇന്ന് കൊടിയേറുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായ കുറേയധികം വിഭവങ്ങൾ ഇത്തവണ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് എല്ലാ ക്രമീകരണങ്ങളിലും. അപ്പോൾ ആ ഒരു ഉത്സവത്തെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഭക്തജനങ്ങൾക്കും ഉത്സവ പ്രേമികൾക്കും അവർക്ക് വേണ്ടി എന്താണ് നമ്മൾ ഇന്ന് ഒരുക്കിയ ഒരുക്കങ്ങളുടെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് കൊടുക്കാം. നമ്മളെ ഏറ്റുമാനൂരപ്പന്റെ തിരുവുത്സവം ഇന്ന് 10:40 തൃക്കോടിയേറി മാർച്ച് 8 പര്യവസാനിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഉത്സവം ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ഉത്സവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ വിപുലമായി നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മൾ അത്രയും വിപുലമായി ഇപ്രാവശ്യത്തെ ഉത്സവം നടത്തുന്നത്. ഏതൊരു വ്യക്തിയും നമ്മുടെ ഈ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആ ഉത്സവത്തിന്റെ കലാപരിപാടികളും മേളങ്ങളും പഞ്ചവാദ്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേത് ക്ഷേത്രങ്ങളെക്കാൾ പ്രൗഢിയോടുകൂടിയാണ് അത് നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. ഇന്നേ ദിവസം തന്നെ നമ്മൾ തൃക്കോടിയേറി തുടങ്ങി നാളെ മുതൽ എല്ലാ പ്രമുഖരായിട്ടുള്ള മേളപ്രമാണിമാരായിട്ടുള്ള എല്ലാ വ്യക്തികളും ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് രാവിലെ ചോറ്റാനിക്കര സുഭാഷ് നാരായണമാർ അദ്ദേഹത്തിന്റെ പഞ്ചവാദ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. അതിനുശേഷം നമുക്ക് വൈകിട്ട് വൈക്കം ഡോക്ടർ വിജയലക്ഷ്മിയുടെ സംഗീത അർച്ചന നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതെ, അത് നമുക്ക് 11:30 അദ്ദേഹത്തിന്റെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. തുടർന്ന് വൈകിട്ട് നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരാറുള്ള നമ്മുടെ കാഴ്ചൽ പന്തൽ അല്ലെങ്കിൽ പൂരപ്പന്തൽ, ആ ഒരു സംവിധാനം നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അതെ, അതിനകത്ത് കുറച്ച് നമ്മുടെ എഫർട്ട് അതിനകത്തുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ബേസ് ആയിട്ടുള്ള ആരാധന പന്തൽസ് ആൻഡ് ഈവന്റ്സ് ആണ്. പൂരപ്രേമികൾക്ക് അറിയാമായിരിക്കും, അവര് വടക്കോട്ടുള്ള എല്ലാവരും. അതെ. അപ്പൊ ഞാനപ്പോ നമ്മളിവിടെ ആദ്യമായി ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ഞാൻ അവരെ സമീപിക്കുന്നത്. അപ്പൊ അവർക്ക് ദൂരക്കൂടുതലും ബുദ്ധിമുട്ടുകളും പറഞ്ഞുവെങ്കിലും ഏറ്റുമാനൂരപ്പന്റെ മണ്ണിൽ വന്ന് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചു. അവർ വന്നു, വളരെ മനോഹരമായി നമുക്കത് പൂർത്തീകരിച്ചു. അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് അത് നിർവഹിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അലങ്കാരം ആയിട്ടുള്ള ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു പൂരപ്പന്തൽ തന്നെയാണ് നമ്മളത് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പൂരം വെളിയിലോട്ട് ഭഗവാൻ പള്ളിവേട്ടയ്ക്കും ആറാട്ടിന് മാത്രമേ എഴുന്നള്ളൂ എന്നുള്ളതിനാൽ മാത്രമാണ് ഇവിടെ നമുക്ക് പൂരം ഇല്ലാതിരുന്നത്. ഒരുപക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുന്നിൽ തന്നെ ഒരു പൂരം തന്നെ നമുക്ക് നടത്താനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാമായിരുന്നു. അപ്പോൾ ആചാരപരമായ പരിമിതികൾ ഉള്ളതിനാൽ മാത്രമാണ് നമ്മളത് ഇല്ലാതിരുന്നുണ്ടെങ്കിലും മഹാദേവന്റെ ആലയത്തിൽ നമ്മൾ കയറി വരുമ്പോൾ അതേ പ്രൗഢിയോടുകൂടി മഹാദേവൻ ഇരിക്കുന്ന ആ ആലയത്തിലോട്ട് വരുമ്പോൾ പ്രൗഢി അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്സവത്തിന് വേണം എന്നുള്ള നമ്മളൊരു കാഴ്ചപ്പാടാണ് ആ പൂരപ്പന്തൽ എന്നതിലോട്ട് ഇനി കൊണ്ട് എത്തിച്ചത്.
അതെ 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 അതെ. അപ്പൊ മഹാദേവൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ശക്തി, അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്രയും നല്ലതായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഇത്രയും മേളക്കാരായാലും ശരി. നമ്മളിപ്പോ നമ്മുടെ പേരൂർ സുരേഷ് നമുക്ക് നാളെ വരുന്നു. പുള്ളി അതിനുശേഷം മുതൽ കിഴക്കുട്ടനിയന്മാരാർ, ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, പെരുവനം സതീഷ്, പെരുവനം പ്രകാശൻ, അത് കഴിഞ്ഞ് പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ ജയറാം, ചോറ്റാനിക്കര നമ്മുടെ സത്യനാരായണന്മാരാർ, അത് കഴിഞ്ഞ് പത്മശ്രീ മട്ടന്നൂർ. മേളത്തിൽ കുലപതികളായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ പഞ്ചവാദ്യത്തിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കലാമണ്ഡലം വിനയൻ, കലാമണ്ഡലം പ്രദീപ്, പരക്കാട് തങ്കപ്പന്മാരാർ, ചെർപ്പളശ്ശേരി ശിവനാശാൻ, കൊങ്ങാട് മധുആശാൻ, കുനിശ്ശേരി ചന്ദ്രനാശാൻ തുടങ്ങി ചോറ്റാനിക്കര വിജയമാരാർ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, നമ്മുടെ പല്ലാവൂർ ശ്രീധരൻ അതെ 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 അതെ. അങ്ങനെ കേരളത്തില് നമ്മുടെ മേളത്തിലായാലും ശരി, ഏറ്റവും ആദ്യത്തെ അതെ അതെ 6-7 ഇനി ആരും ഇല്ല. അതിൽ തന്നെ നമ്മുടെ അതിനകത്ത് ചകഞ്ഞ് പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിൽ പ്രമാണിമാരായിട്ട് പോകുന്ന വ്യക്തികൾ പോലും ഈ മേളത്തിനകത്തുണ്ട്. അതായത് നമ്മൾ ആ മേളം എവിടെയാണ് നടക്കുന്നതായാലും അതിലുള്ള എല്ലാവരെയും പരമാവധി നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അതിനകത്തുള്ള പല വിഭാഗങ്ങളിലായാലും ശരി തന്നെയാണ്. ഇപ്പൊ കൊമ്പ്, ഇലത്താളം, മദ്ദളം തുടങ്ങി അതിനകത്തുള്ള ഓരോ കാര്യത്തിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആള് തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധമാണ് അതിനകത്ത് നമുക്ക് ഉള്ളത്. അപ്പൊ അതിന് നമ്മളൊരു മേള സംയോജനം എന്നുള്ള ഒരാളിനെ നമുക്ക് വേണമായിരുന്നു. അങ്ങനെ നമ്മുടെ തന്നെ ജീവനക്കാരനുള്ള മാലം മനോജ്, അദ്ദേഹത്തിന് നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് മുഖേനയാണ് നമ്മുടെ 6ാം ഉത്സവം വരെയുള്ള നമ്മുടെ ഈ പറയുന്ന മേള സംയോജനം നമുക്ക് മേളമായാലും പഞ്ചവാദിയായാലും നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 7, 8, 9 നമ്മളിവിടെ ജീവനക്കാരായിട്ടുള്ള കൈതയ്ക്കൻ അനൂപ് എന്ന അദ്ദേഹമാണ് അതിനെ സംയോജനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഒരു വളരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വടക്കോട്ടൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ആ ഒരു പ്രൗഢിയെ കുറിച്ച്. അത് നമ്മൾ ആ ഏറ്റുമാനൂർ ക്ഷേത്ര ഭഗവാന്റെ ഒരു മഹിമ എല്ലാവരും അറിയണം എന്നുള്ളതേ ഉള്ളൂ. ഇതിനു പുറമെ നമ്മുടെ നാദസ്വരമായ തകിൽ നാദസ്വരം, ഇവിടെ നാദസ്വര പ്രേമികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഏറ്റുമാനൂർ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ചിന്നമന്നൂർ കാർത്തി, ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ശ്രീലങ്കൻ നാദസ്വരം ബാലമുരളി, അവർ രണ്ടുപേരും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കലാപരിപാടികളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ വാനമ്പാടിയായിട്ടുള്ള ചിത്ര ചേച്ചി അങ്ങനെ അത്യപൂർവമായി മാത്രമേ ക്ഷേത്രങ്ങളിൽ അങ്ങനെ പ്രോഗ്രാമുകൾ ചെയ്യാറുള്ളൂ. ഏറ്റുമാനൂരപ്പന്റെ കാരുണ്യത്താൽ നമുക്ക് അത് ഏറ്റുമാനൂരപ്പന് മണ്ണിൽ വരാം എന്ന് ചിത്ര ചേച്ചി അറിയിച്ച ഉടനെ തന്നെ നമ്മളത് നമ്മൾ അങ്ങോട്ടാണ് സമീപിച്ചത്, സമ്മതം അറിയിച്ചു. ഉടനെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചു. അങ്ങനെ ചിത്ര ചേച്ചി നമ്മുടെ 9ാം ഉത്സവം മാർച്ച് 7 രാത്രി 9:30 മണിക്ക് നമുക്ക് എത്തിച്ചേരുന്നുണ്ട്. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർ എന്നിവർ ചേർന്ന് നമ്മളൊരു സ്നേഹാദരവ് ചിത്ര ചേച്ചിക്ക് നൽകുന്നുണ്ട്. തുടർന്ന് ചിത്ര ചേച്ചിയുടെ ഭക്തിഗാന വേളയും അന്ന് ഉണ്ടായിരിക്കുന്നതാണ്. തൊട്ട് തലേ ദിവസം 7:30 നമുക്ക് ദർശനം വരുന്നത് മാർച്ച് 6-നാണ്. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം തന്നെ ക്ഷേത്രത്തിനകത്ത് 7:30 ദർശനം ഉണ്ടെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമുക്ക് രാത്രി 12 മണിക്ക് ആസ്ഥാന മണ്ഡപത്തിലുള്ള ദർശനമാണ് ഇത് ഏറ്റവും പ്രധാനം. ആ ആസ്ഥാന മണ്ഡപം അന്നേ ദിവസം നമ്മുടെ ഭഗവാന്റെ തിടമ്പെടുക്കാൻ എത്തിച്ചേരുന്നത് നമ്മുടെ കേരളത്തിലെ നിലവിലെ ഉയരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ പുതുപ്പള്ളി കേശവനാണ് ഭഗവാനെ തിടമ്പെടുക്കാൻ അന്ന് ആ ദിവസം എത്തിച്ചേരുന്നത്. തൊട്ട് അടുത്ത ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാരായണപ്രിയനായ ഗുരുവായൂർ നന്ദൻ, അത് നമ്മളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു, എല്ലാവരും നമ്മൾ വരണം എന്നുള്ളത്. ആ പള്ളിവേട്ടയ്ക്ക് ഭഗവാൻ ഇവിടെ സാധാരണഗതിയിൽ കൂടുതലാണ്. അതെ അതെ. അത് നമ്മുടെ വേറൊരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പള്ളിവേട്ടയ്ക്ക് അത്ര പ്രാധാന്യം ഇല്ല. അപ്പൊ പ്രാധാന്യം ഇല്ല എന്നല്ല, പള്ളിവേട്ടയ്ക്ക് പ്രാധാന്യമുണ്ട്, പള്ളിവേട്ടയ്ക്ക് വരുന്ന ആനകൾക്ക് അത്ര പ്രാധാന്യം ഇല്ലായിരുന്നു. അപ്പൊ കാരണം ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഏറ്റവും നന്നായിരിക്കണം എന്നുള്ള ഭഗവാൻ വെളിയിലോട്ട് ഇറങ്ങുന്ന ദിവസം, ആദ്യമായി വെളിയിലോട്ട് ഇറങ്ങുന്ന ദിവസം, അത് ക്ഷേത്രത്തിന് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രൗഢിയോടുകൂടി തന്നെ വെളിയിൽ ഇറങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ തിടമ്പാനയ്ക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നന്ദനാനെ നമ്മള് വാശിയോടുകൂടി അവിടുന്ന് ലേലത്തിൽ പങ്കെടുത്ത് നമ്മൾ ആ 9ാം ഉത്സവത്തിന് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഭഗവാൻ വെളിയിലോട്ട് ഇറങ്ങുന്നു. തിരിച്ച് അടുത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആറാട്ടിന് പോയി തിരിച്ചു വരുമ്പോൾ ചാലക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഏറ്റവും നമുക്ക് കാണാൻ അഴകുള്ള കേരളത്തിലെ പാമ്പാടി രാജനാണ് തിരിച്ചു തിടമ്പേറ്റുന്നത്. അങ്ങനെ നമ്മൾ ഏറ്റവും മികച്ച ഒരു തിടമ്പെടുക്കുന്ന ആനകളുടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആനകൾ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതൊരു എല്ലാം കൊണ്ടും അതാണ് പറയുന്നത്, എല്ലാം കൊണ്ടും നമ്മളെല്ലാം നമുക്ക് ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ നമുക്ക് സാധിക്കത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ദുർഘടമായ നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതെല്ലാം നമുക്ക് ഫിനാൻഷ്യൽ പരമായ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അതെല്ലാം നമ്മൾ ഇതുവരെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കാര്യമാണ് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി നമ്മളതും ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവസാന നിമിഷവും ഭഗവാൻ ഇങ്ങനെ നമ്മളെ സഹായിക്കും എന്ന് തന്നെ നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വിശദമായി ഒരു ഉത്സവത്തിന്റെ വിഭവസമൃദ്ധമായ ഒരു സദ്യ എത്രമാത്രം സംതൃപ്തിയോടുകൂടിയാണോ ഒരാൾ ഭുജിക്കുന്നത്, അതേപോലെ
സർവത്ര ആസ്വാദ്യകരമായ ഓരോ വിഭവങ്ങളെയും ഒരുക്കിക്കൊണ്ടാണ് ഈ ഏറ്റുമാനൂർ മഹാദേവന്റെ തിരുവുത്സവം ഇത്തവണ പ്രേക്ഷകർക്ക്, ഉത്സവപ്രേമികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ദേവസ്വം. ആ ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് നമ്മളോട് ഇപ്പോൾ ഇത്രയും സമയം സംസാരിച്ചത്. സാർ, നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് ക്ഷണിക്കാം ഈ സമയത്ത്. അതെ അതെ അതെ, ഈ ക്ഷേത്ര മീഡിയ ഇതിലോട്ട് നമ്മളെ ക്ഷണിക്കാൻ യഥാർത്ഥത്തിൽ വരാൻ കാര്യം, ഞാൻ പരിശോധിച്ച സമയത്ത് നമ്മൾ ഇത്രയും പ്രോഗ്രാംസും മേളങ്ങളും പഞ്ചവാദ്യവും എല്ലാം ഉണ്ട്. അപ്പം അതിവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് അത് ആസ്വദിക്കാനും നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം പുറത്തുള്ള എല്ലാവർക്കും അറിയണം. അപ്പൊ അതിനൊരു നമ്മളൊരു സംവിധാനം വേണം. അങ്ങനെയാണ് നമ്മൾ ക്ഷേത്ര മീഡിയയിലോട്ട് നമ്മൾ അതിലോട്ട് എത്തിച്ചേരാൻ. എന്തായാലും അത് സഹകരിച്ച് ഇവിടെ എത്തിയതിന് എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം എല്ലാ ഭക്തജനങ്ങളും ഈ നമ്മുടെ ക്ഷേത്ര മീഡിയയിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് എന്റെ അഭിപ്രായത്തിൽ നേരിട്ട് എത്തിച്ചേർന്ന് ആസ്വദിക്കണമെന്നാണ്. എന്നാൽ എല്ലാവരുടെ അസൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷേത്ര മീഡിയയുടെ യൂട്യൂബ് ചാനലും വഴി നമുക്കത് കാണുക. അത് മാത്രമല്ല, വേറൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും ഇത് മെമ്മറീസ് ആയി നമ്മൾ ആ യൂട്യൂബിൽ കാണും. നമുക്കത് കാണാം നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു സാധനമെന്നുള്ളത്. അതും അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും കൂടെയാണ് നമ്മുടെ ആ ക്ഷേത്ര മീഡിയയിലോട്ട് നമ്മളത് ലൈവ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹത്തോട് ഞാൻ സമീപിച്ചത്. അപ്പൊ അതിനിവിടെ എത്തിച്ചേർന്ന് ഒരുപാട് നന്ദിയുണ്ട്. ഭഗവാന്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും ഇത് കേൾക്കണം. ക്ഷേത്ര മീഡിയ തത്സമയം ഇതിന്റെ ഈ ഗരിമയും തനിമയും പഴമയും ചോർന്നു പോകാതെ ദൃശ്യ മികവോടുകൂടി തന്നെ വാങ്മയ ചിത്രങ്ങളോടുകൂടി, ദൃശ്യചിത്രങ്ങളോടുകൂടി ഏറ്റുമാനൂരപ്പന്റെ തിരുവുത്സവം നിങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും സന്തോഷഭരിതമായ ഒരു മനസ്സോടുകൂടി ഞങ്ങൾ പറയുന്നു, ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് ഈ ഉത്സവം കാണാം. ഇവിടെ എത്തിച്ചേരണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായവും ആഗ്രഹവും. അതുകൊണ്ട് തന്നെ ഞങ്ങളും പറയുന്നു, നേരിട്ട് വന്ന് ഉത്സവം കാണണം. കാണാൻ കഴിയാത്തവർക്കായി ആ ഉത്സവത്തിന്റെ പൊലിമ ചോർന്നു പോകാതെ നിങ്ങളിലേക്ക് ക്ഷേത്ര മീഡിയ എത്തിക്കുന്നു. ഈ അഭിമുഖം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശ്രീ മാണിക്കൻ മഞ്ഞാടി, ഏറ്റുമാനൂരിൽ നിന്നും വിനോദ് ചന്ദ്രയോടൊപ്പം ക്ഷേത്ര മീഡിയ.